ഹലോ, നമസ്കാരം. എല്ലാവർക്കും അരബീസ് ഈസി ലേണിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ദേവസ്വം പരീക്ഷാ പരിശീലനം എന്നതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിരുന്നു. ഇത് അതിൻ്റെ തുടർച്ചയായി പാർട്ട് 2 ആണ്. ദേവസ്വം പരീക്ഷാ പരിശീലനം എന്ന വിഷയത്തിൽ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. മയൂര സന്ദേശം എന്ന കാവ്യത്തിന് ആധാരമായ മയിലിനെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കണ്ട ക്ഷേത്രം ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. മയൂര സന്ദേശം എന്ന കാവ്യത്തിന് ആധാരമായ മയിലിനെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കണ്ട ക്ഷേത്രം. മയൂര സന്ദേശം എന്ന കാവ്യത്തിന് ആധാരമായ മയിലിനെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കണ്ട ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ്. പൂമാലയിൽ അക്ഷരം കൊണ്ട് ശ്ലോകം തീർത്തതായി കരുതുന്ന കഴകക്കാരനായ കവി ആരാണ്? ഉണ്ണായി വാര്യർ ആണ്. പൂമാലയിൽ അക്ഷരം കൊണ്ട് ശ്ലോകം തീർത്തതായി കരുതുന്ന കഴകക്കാരനായ കവി. പൂമാലയിൽ അക്ഷരം കൊണ്ട് ശ്ലോകം തീർത്തതായി കരുതുന്ന കഴകക്കാരനായ കവി ഉണ്ണായി വാര്യരാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ഏതാണ്? 1925 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925. എരുമേലിയിൽ വേട്ട തുള്ളുന്ന പ്രധാന സംഘങ്ങൾ ഏതെല്ലാമാണ്? അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ് എരുമേലിയിൽ വേട്ട തുള്ളുന്ന പ്രധാന സംഘങ്ങൾ. എരുമേലിയിൽ വേട്ട തുള്ളുന്ന പ്രധാന സംഘങ്ങൾ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളാണ്. വള്ളി, ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവ് ആരാണ്? സുബ്രഹ്മണ്യനാണ്. വള്ളി, ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവ്. വള്ളി, ദേവസേന എന്നീ ദേവതമാരുടെ ഭർത്താവ് സുബ്രഹ്മണ്യനാണ്. അഷ്ടമിയാത്ര എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നടുവത്ത് അച്ഛൻ നമ്പൂതിരിയാണ്. അഷ്ടമിയാത്ര എന്ന കൃതിയുടെ കർത്താവ്. അഷ്ടമിയാത്ര എന്ന കൃതിയുടെ കർത്താവ് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയാണ്. തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം എന്താണ്? സ്യാനന്തൂരപുരം എന്നാണ് തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം. തിരുവനന്തപുരത്തിന്റെ പ്രാചീന നാമം സ്യാനന്തൂരപുരം എന്നാണ്. വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി. വ്യാസഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനനെ ഭീമൻ വധിച്ച രീതി ഏതാണ്? ഊരുഭംഗം ആണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനനെ ഭീമൻ വധിച്ച രീതി. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനനെ ഭീമൻ വധിച്ച രീതി ഊരുഭംഗം ആണ്. ശ്രീകോവിലിന് സമീപം വലിയ അടുക്കളയുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ശ്രീകോവിലിന് സമീപം വലിയ അടുക്കളയുള്ള കേരളത്തിലെ ക്ഷേത്രം. ശ്രീകോവിലിന് സമീപം വലിയ അടുക്കളയുള്ള കേരളത്തിലെ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഉർവശി ശാപം ആർക്കാണ് ഉപകാരമായത്? അർജുനനാണ് ഉർവശി ശാപം ഉപകാരമായത്. ഉർവശി ശാപം ഉപകാരമായത് അർജുനനാണ്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞ വിഗ്രഹം കരയ്ക്കടിഞ്ഞ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഏതാണ്? ഇളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞ വിഗ്രഹം കരയ്ക്കടിഞ്ഞ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞ വിഗ്രഹം കരയ്ക്കടിഞ്ഞ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. പുരാണങ്ങളിൽ പറയുന്ന കുബ്ജ ആരാണ്? കൂനുള്ള വിരൂപയായ സ്ത്രീ ആണ് പുരാണങ്ങളിൽ പറയുന്ന കുബ്ജ. പുരാണങ്ങളിൽ പറയുന്ന കുബ്ജ കൂനുള്ള വിരൂപയായ സ്ത്രീയാണ്. മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനന് തുണനിന്ന കഥാപാത്രം ആരാണ്? ശിഖണ്ഡിയാണ്. മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനന് തുണനിന്ന കഥാപാത്രം. മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനന് തുണനിന്ന കഥാപാത്രം ശിഖണ്ഡിയാണ്. ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം ഏതാണ്? തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ് ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം. ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ്. ശകവർഷത്തിൽ ആഷാഢത്തിന് തുല്യമായ മലയാള മാസം ഏതാണ്?
കർക്കടകം ആണ് ശകവർഷത്തിൽ ആഷാഢത്തിന് തുല്യമായ മലയാള മാസം. ശകവർഷത്തിൽ ആഷാഢത്തിന് തുല്യമായ മലയാള മാസം കർക്കടകമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണം ഏതാണ്? സന്നിധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണം സന്നിധാനമാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിന്റെ പേരെന്താണ്? പുന്നത്തൂർ കോട്ട എന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിന്റെ പേര്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിന്റെ പേര് പുന്നത്തൂർ കോട്ട എന്നാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യകാല മുഖപത്രം ഏതാണ്? യോഗക്ഷേമം ആണ് യോഗക്ഷേമ സഭയുടെ ആദ്യകാല മുഖപത്രം. യോഗക്ഷേമ സഭയുടെ ആദ്യകാല മുഖപത്രം യോഗക്ഷേമം ആണ്. ദൈവനീതിക്ക് എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിന്റെ ശേഷിച്ച ഭാഗം എന്താണ്? ദാക്ഷിണ്യമില്ല എന്നതാണ് ദൈവനീതിക്ക് എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിന്റെ ശേഷിച്ച ഭാഗം. ദൈവനീതിക്ക് എന്ന് തുടങ്ങുന്ന പഴഞ്ചൊല്ലിന്റെ ശേഷിച്ച ഭാഗം ദാക്ഷിണ്യമില്ല എന്നതാണ്. കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. വർഷത്തിൽ 6 മാസം വീതം കറുപ്പും വെളുപ്പുമായി നിറം മാറുന്ന തമിഴ്നാട്ടിലെ ഗണപതി ക്ഷേത്രം ഏതാണ്? കന്യാകുമാരി കേരളപുരം ഗണപതി ക്ഷേത്രമാണ് വർഷത്തിൽ 6 മാസം വീതം കറുപ്പും വെളുപ്പുമായി നിറം മാറുന്ന തമിഴ്നാട്ടിലെ ഗണപതി ക്ഷേത്രം. വർഷത്തിൽ 6 മാസം വീതം കറുപ്പും വെളുപ്പുമായി നിറം മാറുന്ന തമിഴ്നാട്ടിലെ ഗണപതി ക്ഷേത്രം കന്യാകുമാരി കേരളപുരം ഗണപതി ക്ഷേത്രമാണ്. സ്തുതി പറയുന്നവൻ ആരാണ്? സ്മാർത്തൻ ആണ്. സ്തുതി പറയുന്നവൻ സ്മാർത്തനാണ്. വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മപ്രസാദമായി നൽകുന്ന ക്ഷേത്രം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രമാണ് വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മപ്രസാദമായി നൽകുന്ന ക്ഷേത്രം. വലിയ അടുക്കളയിലെ ചാമ്പൽ ഭസ്മപ്രസാദമായി നൽകുന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഗുരുവായൂർ ഏകാദശി ഏതു മാസത്തിലാണ്? വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലാണ്. കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രം ഏതാണ്? അക്ഷഹൃദയം ആണ് കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രം. കലിബാധ അകലാൻ നളനെ സഹായിച്ച മന്ത്രം അക്ഷഹൃദയം ആണ്. ആർഷവിദ്യാ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആർഷവിദ്യാ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ. ആർഷവിദ്യാ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണം കൃതിയുടെ രചയിതാവാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണം കൃതിയുടെ രചയിതാവ്. ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക എന്ന കീർത്തനം ഉൾക്കൊള്ളുന്ന ശിവപുരാണം കൃതിയുടെ രചയിതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കൽപ്പാത്തി ക്ഷേത്രമാണ് രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം. രഥോത്സവം പതിവുള്ള കേരളത്തിലെ ക്ഷേത്രം കൽപ്പാത്തി ക്ഷേത്രമാണ്. സൂര്യൻ്റെ തേരിൽ എത്ര കുതിരകളാണ് ഉള്ളത്? 7 കുതിരകളാണ് സൂര്യൻ്റെ തേരിൽ ഉള്ളത്. സൂര്യൻ്റെ തേരിൽ ഉള്ള കുതിരകളുടെ എണ്ണം 7 അഗ്നിദേവനായി ചെയ്യുന്ന ബലി ഏതാണ്? അഗ്നിഹോത്രമാണ് അഗ്നിദേവനായി ചെയ്യുന്ന ബലി. അഗ്നിദേവനായി ചെയ്യുന്ന ബലി അഗ്നിഹോത്രമാണ്.